ത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഗൂഢാലോചനയെന്ന് പാലക്കാട്ടെ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി പി. സരിൻ പറഞ്ഞു. ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലിനും ഇതിൽ പങ്കുണ്ട്. ഇതിന് തിരിച്ചടിയായി പാലക്കാട് എൽ.ഡി.എഫിന് 5% വോട്ട് കൂടുമെന്നും സരിൻ ന്യൂസ് 18നോട് പറഞ്ഞു. വിവാദങ്ങളിൽ അല്ല പാലക്കാട്ടെ യു.ഡി.എഫിന്റെ ശ്രദ്ധയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഇ.പി. ജയരാജൻ ഉൾപ്പെടെ എല്ലാ നേതാക്കളും വരട്ടെയെന്നും രാഹുൽ പ്രതികരിച്ചു. ഇ.പി. ജയരാജൻ പ്രചാരണത്തിനെത്തുന്നതോടെ സിപിഎമ്മിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു ബിജെപി സ്ഥാനാർത്ഥി സി. കൃഷ്ണകുമാറിന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുതി ഇ.പി. ജയരാജന്റെ ആത്മകഥ എന്ന് വിളിക്കാവുന്ന വിധത്തിൽ ഷാഫി പറമ്പിലിന്റെ തിരക്കഥയോടുകൂടി ഒരു ബോംബ് പൊട്ടിക്കാൻ നടത്തിയ ശ്രമമാണ്. ആ ശ്രമം പരാജയപ്പെട്ടു നിൽക്കുന്നതും അതിന്റെ പുറകിലെ ഗൂഢാലോചന എന്താണെന്ന് വെളിച്ചത്ത് വരേണ്ടതുമായിട്ടുള്ള വിഷയങ്ങളാണ് ഇതിലുള്ളത്. പ്രതിപക്ഷ നേതാവിന് തന്നെ അതിൽ പങ്കുണ്ടെന്നാണ്. അല്ലാതെ പിന്നെ എന്താ സംശയം? അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാലോ എങ്ങനെയാണ് ഈ ഭാഗങ്ങൾ അതിൽ ചേർത്തത് എന്നുള്ളത്. അദ്ദേഹം തന്നെയാണ് അതിന്റെ സൂത്രധാരൻ. എഴുതി തുടങ്ങിയിട്ടുണ്ട് എന്ന് എഴുതിയ ആള് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനുമപ്പുറം ഒരു ചർച്ചയും നടക്കാത്ത ഒരു സാധനത്തെ DC ബുക്സിന്റെ പേര് വരെ അനാവശ്യമായി ഇതിലേക്ക് കൊണ്ടുവന്നില്ലേ? വിവാദങ്ങളല്ല ജനങ്ങളെ ബാധിക്കുന്ന വിഷയം കേട്ടോ. വിവാദങ്ങളല്ല ജനങ്ങളെ ബാധിക്കുന്നത്. ജനങ്ങളെ ബാധിക്കുന്നത് വികസനവും അവരുടെ പ്രശ്നങ്ങളുമാണ്. ഞങ്ങൾ ആ വിഷയത്തിലല്ല. ഇപ്പൊ നോക്കൂ, BJPക്കകത്ത് എന്തെല്ലാം പൊട്ടിത്തെറികളുണ്ടായി, CPM-നകത്ത് പൊട്ടിത്തെറി ഉണ്ടാകുന്നത് മുൻകൂട്ടി പറഞ്ഞതാണ്. അപ്പൊ അതെല്ലാം ഉണ്ടാകുമ്പോഴും ഞങ്ങൾ അതിൽ ക്യാരീഡ് ആകുന്നില്ല. ഞങ്ങൾ ക്യാരീഡ് ആകുന്ന അത്രയും ജനങ്ങളുടെ ഞങ്ങൾ ക്യാരീഡ് ആകുന്ന മുഴുവൻ ജനങ്ങളുടെ പ്രശ്നങ്ങളും വികസനങ്ങളും മാത്രമുള്ള കാര്യമില്ല. വേറെ ഒന്നിലും ഫോക്കസ് ഇല്ല. ഇതുവരെ വേറൊരു വ്യക്തി അധിക്ഷേപങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലേക്കോ ഒന്നും പോയിട്ടില്ല. അവരൊക്കെ അതിന്റെ എക്സ്ട്രീമിൽ പോയി. ജനം അതും വിലയിരുത്തട്ടെ. VS കെ രമയെ കാണാൻ പോയതിന് സമാനമാണ്. കാരണം കെ രമയെ തെരഞ്ഞെടുപ്പ് ദിവസമാണല്ലോ VS പോയി കണ്ടത്. അല്ല, ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള വരവാണ്. ഒന്നുകൂടി ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ടാണ് EP വരുന്നത്. EP വരുന്നതോടുകൂടി ഒന്നുകൂടി ഈ വിഷയം ചർച്ചയാവും. അപ്പോൾ EP ഈ വിഷയം ചർച്ചയാവുന്നത് പാർട്ടിക്ക് ദോഷമാവും, ഇടതുപക്ഷത്തിന് ദോഷമാവും എന്നുള്ളത് EPക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് EP വരുന്നത്. ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദം യു.ഡി.എഫിന്റെ ഗൂഢാലോചനയാണെന്ന പി. സരിന്റെ പ്രസ്താവനയെ പരിഹസിച്ച് പി.കെ. കുഞ്ഞാലിക്കുട്ടി. പറയുമ്പോൾ ആൾക്കാർ വിശ്വസിക്കുന്ന രീതിയിൽ സംസാരിക്കണം. ഇ.പി. യു.ഡി.എഫിലേക്ക് വന്നാൽ സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് ആര് വന്നാലും സ്വീകരിക്കുന്ന പതിവ് എൽ.ഡി.എഫിനാണ് എന്നായിരുന്നു മറുപടി. ഇ.പി. ജയരാജന്റെ ആത്മകഥ പുറത്തുവരുന്നതിന് പിന്നിൽ വി.ഡി. സതീശന്റെ കൈയുണ്ടെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ പറഞ്ഞു. സതീശൻ ആരുമായി ചേർന്നാണ് ഗൂഢാലോചന നടത്തിയത് എന്നറിയില്ല. മാധ്യമങ്ങളുമായോ DC ബുക്സുമായോ ചേർന്നാകുമെന്നും കെ. സുരേന്ദ്രൻ ആരോപിച്ചു. ഇ.പി. ജയരാജനെ ഭയപ്പെടുത്തി വരുതിയിൽ ആക്കാനാണ് CPM ശ്രമമെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി.